നമസ്കാരം. ടോപ് ടെയിലേക്ക് സ്വാഗതം. ഗാസയിലെ വെടിനിർത്തൽ, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ദീനരോധനം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. ഹമാസ് ഇസ്രയേലിൽ നിന്ന് ജാമ്യത്തടവരാക്കി പിടിക്കപ്പെട്ട 250-ലധികം പേരെ മോചിപ്പിക്കാനായിട്ടാണ് ഇത്തവണ ഇസ്രയേലും ഗാസയും തമ്മിൽ യുദ്ധം ആരംഭിച്ചത്. ഗാസ, ഫലസ്തീൻ, ഇസ്രയേൽ സംഘർഷങ്ങളുടെ നാൾവഴികൾ ഇവിടെ പറയാനോ ഉദ്ദേശിക്കുന്നില്ല. അതിന് ദീർഘ ചരിത്രമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ ഗാസ പ്രതിസന്ധി ഉണ്ടായത് ഉരുത്തിരിഞ്ഞത് ഒക്ടോബർ 2023 മുതൽക്കാണെന്ന് തോന്നുന്നു. ഏതായാലും 10,000-കണക്കിന് കുഞ്ഞുങ്ങളുടെ രക്തസാക്ഷിത്വത്തിന് സാക്ഷ്യം വഹിച്ച ആ യുദ്ധത്തിന് താൽക്കാലിക വിരാമം ആയെന്നാണ് കേൾക്കുന്നത്. വളരെ ആശ്വാസകരമായൊരു വാർത്തയാണത്. ഗാസക്കാർക്ക് പുറമെ ലോകത്തിലെ സമാധാനകാംക്ഷികളായ എല്ലാ മനുഷ്യർക്കും അത് നല്ല വാർത്ത തന്നെ. സാധാരണ നിലയിൽ അമേരിക്കയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ലോകഗതിയെ തന്നെ മാറ്റിമറിക്കാറുണ്ട്. ഇപ്പോഴും അതിന് മാറ്റം വന്നിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഡെമോക്രാറ്റുകളുടെ ഭരണം അവസാനിച്ച് റിപ്പബ്ലിക്കൻ ഭരണം ഏറ്റെടുക്കാൻ പോകുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ ഭരണമായി മാറും. അതിൻ്റെ നാന്ദിയായിട്ട് തന്നെ കരുതണം ഈ അവസ്ഥാമാറ്റം. അതായത് ട്രംപ് സാധാരണ നിലയിൽ ഒരു കൺസർവേറ്റീവ് വ്യക്തിയാണെങ്കിലും ബൈഡൻ ഡെമോക്രാറ്റ് ലിബറൽ രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പടിഞ്ഞാറിൽ വെസ്റ്റേൺ രാജ്യങ്ങളിൽ, യൂറോപ്പിലാവട്ടെ അമേരിക്കയിലാവട്ടെ, രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ രണ്ടായി തരംതിരിക്കാറുണ്ട്: കൺസർവേറ്റീവ് ആൻഡ് ലിബറൽ. അതായത് യാഥാസ്ഥികരും പുരോഗമനവാദികളും എന്നാണ് മലയാള ഭാഷാന്തരം. ആ നിലയ്ക്ക് ഇന്ത്യയിലുമുണ്ട് അതേ തരംതിരിവുകൾ. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ ഇടതുപക്ഷം വലതുപക്ഷം എന്നാണ് സാധാരണ ഉപയോഗിക്കുന്ന പദപ്രയോഗം. കൺസർവേറ്റീവ് ലിബറൽ എന്നത് യൂറോപ്പിലും അമേരിക്കയിലും പൊതുവായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ സാധാരണ നിലയിൽ കൺസർവേറ്റീവ് എന്നതിനെക്കുറിച്ച് ലോകത്തിനൊരു ചില മുൻധാരണകളുണ്ട്. ലിബറലുകളെക്കുറിച്ചും ഉണ്ടാധാരണ. ലിബറലുകൾ കുറെ കൂടി താഴേക്കിട, ഇടത്തരം, അതിന് താഴേക്കുള്ള ആളുകൾക്ക് ഗുണകരമായ ആശയവും രാഷ്ട്രീയവും പുലർത്തുന്നവരാണെന്നാണ് പൊതുവായ ചിന്താഗതി. കൺസർവേറ്റീവുകളാവട്ടെ സമൂഹത്തിലെ കുറെ കൂടി ഉയർന്നവരുടെ പ്രശ്നങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നൊരു ബോധവും ഒരു രീതിയും നിലനിൽക്കുന്നുണ്ട്. ഇവ രണ്ടും ഒരു പരിധിവരെ ശരിയുമാണ്. കാരണം ലിബറൽസ് എന്ന് പറഞ്ഞാൽ പുരോഗമനവാദികൾ, അതായത് താഴേക്കിട ആളുകളുടെ കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നവർ എന്ന് പറയുന്നവർ വാസ്തവത്തിൽ, അതിൻ്റെ സത്യാവസ്ഥ പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം, ഈ അടുത്ത കാലത്തായി ലോകരാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെ, ഇന്ത്യ ആയാലും തുർക്കി ആയാലും അമേരിക്ക ആയാലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ബ്രിട്ടനിലും കൺസർവേറ്റീവുകൾ വിജയിച്ചു വരുന്നതായിട്ട് കാണാൻ കഴിയും. ലോകത്തിൽ ഒരു വലിയ വിഭാഗം ആളുകൾ ഇതിനെ ഉത്കണ്ഠയോടെയാണ് കാണുന്നത്. കാരണം ലിബറലുകൾ നിരന്തരമായി പരാജയപ്പെടുകയും കൺസർവേറ്റീവുകൾ, യാഥാസ്ഥികർ വിജയം നേടുകയും ചെയ്യുന്നത് ലോകഗതിയെ മാറ്റിമറിച്ചേക്കുമോ എന്നാണ് അവർ ആശങ്കപ്പെടുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഒരു സൂക്ഷ്മ നിരീക്ഷണത്തിൽ നമ്മളുടെ ഭീതി അസ്ഥാനത്താണെന്ന് കാണാം. കാരണം പേരുകൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ യാഥാസ്ഥികതയും പുരോഗമന ചിന്തയും തമ്മിലുള്ള അന്തരം വാസ്തവത്തിൽ പ്രയോഗത്തിൽ ഈ രണ്ട് കക്ഷികൾ തമ്മിലില്ല. ഒന്നാമതായി, ലിബറൽസ് എന്ന് അവകാശപ്പെടുന്നവർ അവരുടെ കർത്തവ്യം വേണ്ട വിധത്തിൽ നിർവഹിക്കാത്തപ്പോഴും അവരുടെ ഭരണത്തിൽ ജനങ്ങൾക്ക് മടുപ്പും വെറുപ്പും തോന്നുമ്പോഴും സ്വാഭാവികമായ ഒരു മാറ്റത്തിന് വേണ്ടി അവർ കൊതിക്കും. അങ്ങനെയാണ് പലപ്പോഴും ലിബറൽസിനെ പിന്തള്ളി കൺസർവേറ്റീവ്സ് വിജയം നേടുന്നത്. യൂറോപ്പിലാവട്ടെ അമേരിക്കയിലാവട്ടെ
ഇന്ത്യയിൽ പോലും അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും ഇടതുപക്ഷം യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത് ലിബറൽ ചിന്താഗതിയാണെന്നാണ് വെപ്പ്. പക്ഷേ ഒരു കൺസർവേറ്റീവ് പിന്തിരിപ്പ യാഥാസ്ഥിക ഭരണകൂടത്തേക്കാൾ യാഥാസ്ഥികവും കൺസർവേറ്റീവുമായിട്ടാണ് ഇപ്പോൾ ആ പാർട്ടി ഭരണത്തിൽ രണ്ടാമത്തെ ഊഴം കിട്ടിയതോടുകൂടി കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായ ഒരു മാറ്റം പ്രതീക്ഷിക്കുമ്പോൾ ആ മാറ്റത്തിന് വേണ്ടിയുള്ള ആ ചിന്ത കൺസർവേറ്റീവ് ചിന്ത രാഷ്ട്രീയങ്ങൾക്ക് ഗുണമായി തീരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുതന്നെയാണ് അമേരിക്കയിലും ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ സ്ഥിതി തന്നെ നോക്കുക. ബൈഡൻ ഭരണകൂടം പൊതുവെ സാധാരണക്കാർക്കും കുടിയേറ്റക്കാർക്കും ഒക്കെ ഗുണകരമായ ഒരു നല്ല രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ് പൊതുവായ ധാരണ. എന്നാലും ഇപ്പോൾ ഈ ഗാസ പ്രശ്നത്തിൽ തന്നെ ബൈഡൻ ഭരണകൂടത്തിൻ്റെ പരിപൂർണ ഒത്താശയോടുകൂടിയാണ് നെതന്യാഹു ഭരണകൂടം ഗാസയിൽ ഈ രീതിയിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ നടത്തിയത്. ലോക ജനത മുഴുവൻ ആ കുഞ്ഞുങ്ങളുടെ ആ മരണത്തിന് എതിരായിരുന്നു എന്ന് കാണാം പൊതുവെ. കാരണം അതൊരു മാനസിക പ്രശ്നമായിട്ടാണത് ലോകം കണ്ടത്. അതിന് പിന്നിലുള്ള രാഷ്ട്രീയ കളികളെക്കുറിച്ച് അവർ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അതിനേക്കാൾ പ്രധാനം മാനസിക വശത്തിന് തന്നെയാണ് എന്നതുകൊണ്ടാണ് പലസ്തീനിലെ ജനങ്ങളെ യൂറോപ്പിലെയും അമേരിക്കയിലും ബഹുജനങ്ങൾ പിന്താങ്ങുകയും അതേസമയത്ത് യൂറോപ്പിലെയും അമേരിക്കയിലും ഭരണകൂടങ്ങളാവട്ടെ ഇസ്രയേലിനുള്ള പിന്തുണ കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്തു. ഈ അവസ്ഥയിലാണ് ട്രംപിൻ്റെ വിജയം കാണേണ്ടത്. സാധാരണ നിലയിൽ കൺസർവേറ്റീവ് ട്രംപിന് അമേരിക്കയിൽ കഴിഞ്ഞ അദ്ദേഹം 2020 മത്സരിച്ചപ്പോൾ കിട്ടാത്ത വോട്ടുകൾ കൂടി ഇത്തവണ കിട്ടിയെന്ന് കാണാം. അമേരിക്കയിലെ മിഷിഗൺ എന്ന സംസ്ഥാനം, അതിൽ മിഷിഗൺ എന്ന സിറ്റി, ഡിയർബോൺ എന്ന സിറ്റിയും പൊതുവെ അമേരിക്കയിലെ അറബ് തലസ്ഥാനം എന്നാണ് അവ അറിയപ്പെടുന്നത്. കാരണം അവിടുത്തെ മുസ്ലിം ആൻഡ് ആഫ്രിക്കൻ അമേരിക്കൻ പോപ്പുലേഷനും അറബ് മുസ്ലിം പോപ്പുലേഷനും കൂടുതലുള്ള അമേരിക്കയിലെ ഏറ്റവും കൂടിയ സ്ഥലങ്ങളാണവ. അവിടെ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം നാമമാത്ര വോട്ട് ലഭിച്ച ട്രംപ്, അതേസമയത്ത് ബൈഡന് അവിടെ 74.2% വോട്ട് കിട്ടി. ബൈഡൻ വമ്പിച്ച ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ട്രംപിന് ആ പ്രദേശങ്ങളിൽ നാമമാത്ര വോട്ടേ കിട്ടിയുള്ളൂ. പക്ഷേ അതേ സ്ഥലത്ത് ഇത്തവണ 2024 തെരഞ്ഞെടുപ്പിൽ ട്രംപിന് 46.8%, അദ്ദേഹത്തിൻ്റെ എതിരാളിയായ കമല ഹാരിസിന് വെറും 27 കിട്ടിയത്. ഇത് സാധാരണ നിലയിൽ കൺസർവേറ്റീവ് ഭരണത്തെ ഭയപ്പെടുന്ന, സംശയത്തോടെ വീക്ഷിക്കുന്ന ആഫ്രോ അമേരിക്കൻസും അറബ് മുസ്ലിംസും വോട്ട് ചെയ്തിട്ടാണെന്ന് കാണാം. ഈ ധാരണാ മാറ്റമാണിത്. കാരണം കൺസർവേറ്റീവ്സിനെ കുറിച്ചുണ്ടായിരുന്ന മുൻവിധികൾ, ഭയപ്പാടുകൾ ആ പ്രസ്തുത സമൂഹങ്ങൾക്ക് മാറിക്കിട്ടി എന്ന് വേണം കാണാൻ. അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഗാസയിലെ സമാധാനക്കാറ്റിൻ്റെ കാരണവും. കാരണം ട്രംപിൻ്റെ ഭരണകൂടം കഴിഞ്ഞ ഒരു 4 കൊല്ലം ഭരിച്ചപ്പോഴുണ്ടായ ഒരു അവലോകനം പറയുന്നത് അദ്ദേഹം യുദ്ധക്കൊതിയനല്ല എന്നതാണ്. അതൊരു വാസ്തവമാണ്. അത് ഈ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് പറയാനാവും. അദ്ദേഹത്തിൻ്റെ വരവോടുകൂടിയാണ് ഗാസയിൽ സമാധാനം സ്ഥാപിതമായത് എന്ന് കാണാം. ശാശ്വതമായ സമാധാനത്തിലേക്ക് അത് നീങ്ങിക്കൂടായികയുമില്ല. പൊതുവെ ലോക പോലീസായി കരുതപ്പെടുന്ന അമേരിക്കയുടെ പ്രസിഡന്റുമാർ യുദ്ധക്കൊതിയന്മാരായിട്ടാണ് കാണപ്പെടാറുള്ളത്. പക്ഷേ അതിൽ നിന്ന് ട്രംപിന് മറ്റെന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും അദ്ദേഹം ഒരു യുദ്ധക്കൊതിയനല്ല എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, എടുത്തു പറയത്തക്ക പ്രത്യേകതയാണത്. വാസ്തവത്തിൽ ഈ ലോക എക്കണോമിസ്റ്റുകളും അനലിസ്റ്റുകളും കണക്കൂട്ടുന്ന എന്തോ നമുക്കറിഞ്ഞുകൂടാ, നമ്മളത്ര വിദഗ്ധനല്ല. പക്ഷേ വാസ്തവത്തിൽ യുദ്ധം അതിൻ്റെ ആയുധ വ്യാപാരികൾക്കും ദല്ലാളന്മാർക്കും ലാഭമുണ്ടാക്കുമ്പോൾ മറ്റ് സമസ്ത മേഖലകൾക്കും അത് ദോഷമാണ് ഉണ്ടാക്കുന്നത് എന്നത് ഒരു സാമാന്യ ബോധമുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. അമേരിക്കയിലെ ആയുധ ലോബി ശക്തമാണെന്നും ആയുധ ലോബിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ലോക നയതന്ത്രജ്ഞത മുന്നോട്ട് പോകുന്നതെന്നും യുദ്ധങ്ങളും കലാപങ്ങളും സംഘർഷങ്ങളും ആയുധ വ്യാപാരങ്ങളും അവരുടെ താല്പര്യം അനുസരിച്ചാണ് നീങ്ങുന്നതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ട്രംപ് വഴിമാറി സഞ്ചരിക്കുന്ന ഒരു തരം പ്രസിഡൻ്റാണെന്ന് കാണാം. അത് പരിസ്ഥിതി കാര്യങ്ങളിലായാലും മറ്റ് സാമൂഹ്യ കാര്യങ്ങളിലായാലും അദ്ദേഹത്തിന് വേറിട്ടൊരു വഴിയാണ്. രജനീകാന്ത് പറഞ്ഞ പോലെ വഴി തനി വഴി എന്നതുപോലെ. പക്ഷേ യുദ്ധകാര്യങ്ങളിൽ നമുക്കത് അനുകൂലമാണെന്ന് കാണാം. മറ്റു കാര്യങ്ങളിൽ നമ്മുടെ ഒബ്സർവേഷൻ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ
ട്രംപ് ലോകത്തിന് ഗുണമാണ്, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പൊതുവായ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇമേജ്. അങ്ങനെയാണ്. അത് ഒട്ടും മോശമായ ഒരു കാര്യവുമല്ല. നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ മാറ്റം വേണമോ വേണ്ടയോ എന്നുള്ളതിന് പുറമെ നമ്മുടെ രാഷ്ട്രീയ സമവായങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കാണാം. അതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളും പൊതുവെ ഒരു പുരോഗമന ആശയക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരിൽ നിന്ന് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ സാധാരണ നിലയിൽ യാഥാസ്ഥിക പക്ഷത്തേക്ക് തിരിയാൻ നിർബന്ധിതരാകുന്നത്. ലോകമെമ്പാടും ഇന്ന് കണ്ടുവരുന്ന ട്രെൻഡ് അത് തന്നെയാണ്. കാരണം പുരോഗമന ആശയക്കാർ എന്ന് കരുതി നമ്മൾ അധികാരത്തിലേറ്റുന്ന പലരും യാഥാസ്ഥിതികരേക്കാൾ മോശമായ രീതിയിൽ സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവരുടെയും താഴേക്കടയിലുള്ളവരോടും ഇവിടെയും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായ മാറ്റമാണ് യാഥാസ്ഥികർക്കൊരു അവസരം കൊടുക്കുക എന്ന് ഉള്ള ഒരു ചിന്ത. അത് നമ്മുടെ ഈ കൊച്ചു കേരളം മുതൽ അങ്ങ് അമേരിക്ക വരെ പ്രതിധ്വനിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ അമേരിക്കയിലെ ട്രംപിൻ്റെ തെളിവും ട്രംപിൻ്റെ വിജയവും കേരളത്തിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളും എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയം തൽക്കാലം നിർത്താം. ഗാസയിൽ ശാശ്വതമായ സമാധാനം പുലരട്ടെ എന്ന് ആശിച്ചുകൊണ്ടും വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.